ഇന്നൊരു യമണ്ടം പണി നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ചെറിയ കൃഷിക്കാഴ്ചകളും അതുപോലെ തന്നെ ചെറിയ ഒരു വിളവെടുപ്പുമാണേ. ആദ്യം തന്നെ സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്ക് പോവാം. സങ്കടത്തിൽ നിന്ന് തുടങ്ങണ്ട അല്ലേ. നമ്മൾ കുറച്ച് പടവലമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഏത് സ്റ്റേജ് ആയെന്നൊന്നും കാണിച്ചു തന്നില്ല, കാണിക്കാമേ. നമ്മുടെ പടവലമൊക്കെ വള്ളി വീശി മേളിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അന്നേരം വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പയറിട്ടേക്കുന്നിടത്ത് പടവലം ഇടാൻ പോകുന്നതെന്ന്. ആദ്യത്തെ കള്ളപ്പൂവൊക്കെ വരാൻ തുടങ്ങുന്നുണ്ടേ, കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ പയറുകതേ ഇന്നലെ നമ്മളിതിൽ നിന്ന് ഒരു പിടി പയർ പറിച്ചു കേട്ടോ. അതുപോലെ തന്നെ മത്തൻ ഒരു വലിയ തടം എടുത്തിട്ട് 3 മൂട് മത്തൻ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാളരിപ്പയർ നട്ടിട്ടുണ്ട്. ഇനി അതിനെല്ലാം കമ്പൊക്കെ അടിച്ചു കൊടുക്കണം, പിടിച്ച് കെട്ടിയൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ പയർ നട്ടതിൻ്റെ വേറെ ഈ മൂട് നമുക്ക് നശിച്ചു പോകുമ്പോഴത്തേന് നമുക്ക് അടുത്ത പയർ പറിക്കണ്ടേ. അപ്പോൾ അന്ന് നമ്മൾ നട്ട പയർ ഏത് സ്റ്റേജായെന്ന് കാണിക്കാമേ. നമ്മുടെ പയറും വള്ളി വീശി മേളിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ചീനിക്കമ്പൊക്കെ കുത്തി കൊടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പറിക്കാം. മുളക് ഒട്ടും പറിച്ചതിരിപ്പൂലേ. ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണേ. ഇനി നമുക്ക് കുറച്ച് ഉണ്ടമുളക് പറിക്കാം. കുറച്ച് പറിച്ചാൽ മതി, നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി, 2-3 ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി. തൽക്കാലം നമുക്കിത് മതി. ഇത് നിറച്ച് മുളക് പിടിച്ച് കിടക്കുവാണ്. ഈ മുളക് ഈ കൊല്ലം നിറച്ച് മുളക് പിടിച്ച് കിടക്കുക. ഇനി നമുക്ക് നമ്മുടെ ചെറിയ മാവിലെ മാങ്ങ വിളഞ്ഞൂന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ചെറിയ മാവിൽ 2 മാങ്ങ നിൽക്കുന്നു. മാവിൻ്റെ പൊക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിച്ചുമോൻ്റെ ഷോൾഡർ വരെ, അതായത് ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ ഷോൾഡർ വരെയുള്ള പൊക്കേ ഉള്ളൂ മാവിന്. ചെറിയൊരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ തറയെ കിടക്കും. അത് കാരണം ചെറിയൊരു കമ്പൊക്കെ ഞാൻ വന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങ വിളഞ്ഞിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ അടുത്ത മാങ്ങ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളൻകിഴങ്ങ കേട്ടോ. എന്തൊരു വെയിലായില്ലയോ, വാഴയുടെ ഇടുക്കി കയറി എന്ത് വെയിൽ കാരണം. അതേപോലെ തന്നെ ഇനി അടുത്തത് യമണ്ടം പണിയുടെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞായിരുന്നില്ലയോ. അപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു പണി ഇപ്പോൾ ഡെയിലി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നഷ്ടം വരുത്തി വെച്ചിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാഞ്ഞതാ. അപ്പോൾ അത് കാണിക്കാം. ഇത് നമ്മുടെ അബ്യൂ പ്ലാന്റ് ആണേ. നല്ല പൊക്കത്തിൽ, ഏകദേശം ഈ ഒരു പൊക്കത്തിലിങ്ങനെ നിന്ന ഒരു പ്ലാന്റാണ്. പൊടിച്ചിട്ടേക്കുന്നുണ്ടോ? ആരാ ഒടിച്ചേന്നല്ലേ, പന്നി. ഇത് മാത്രമല്ല കേട്ടോ,
നമ്മുടെ ബഡിൻ്റെ ഒരു പിണറംപുളി, വടക്കംപുളി. അപ്പോൾ പിണറംപുളി ഉണ്ടായിരുന്നു, അയാൾ അത് കുടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ കനാലുണ്ട്. അപ്പോൾ കനാലിൽ വെള്ളം തുറന്നു വിട്ടാൽ താഴെയുള്ള പുരയിടത്തിൽ വെള്ളമാവും കേട്ടോ ആളിന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കനാല് തുറന്നു വിട്ടത് കാരണം നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ആളിന് ഉരുണ്ടു മറിയാനും എല്ലാം നല്ല സുഖമാണ്. ഇതേ നമ്മുടെ പിണറംപുളി പന്നിയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ കാണിച്ച ഒരു കലാവിരുത ഒന്ന് ഒടിച്ചിട്ട്, അന്ന് ഞാൻ അതിലെ വിഷുമേളയുടെ തിരക്കിലായിരുന്നു. നമുക്ക് ബഡിൻ്റെ ഇതാണേ. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ മണ്ടഭാഗം ഒടിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 3 കിലോയിൽ പുറത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. വലിയ കനാല് തുറക്കുമ്പം ഇതിപ്പോൾ താഴ്ന്ന ഭാഗമായതുകൊണ്ട് വെള്ളമാവും കേട്ടോ. ഇവിടെ എല്ലാം കുത്തിമറിച്ചിട്ടേക്കുന്നത് പന്നിയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഞാറമരം, ഞാവൽ, ഇതും പന്നിയാണേ. വേണ്ടോ, ഇതിൻ്റെ ഒരു കമ്പൊടിച്ച് പറിച്ചിട്ടേക്കുന്നു. ഏകദേശം പൂത്ത് കായ്ക്കാറായതാ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.